ഹലോ ഫ്രണ്ട്സ്, ഇന്ന് തേങ്ങ അരയ്ക്കാത്തൊരു മീൻകറി. ഇതെൻ്റെ സ്വന്തം റെസിപ്പിയല്ല, ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ട് വീട്ടിൽ ചെയ്തു. എല്ലാവർക്കും ഇഷ്ടമായി. അപ്പം നിങ്ങൾക്ക് വേണ്ടി കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് 2 തക്കാളി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചെറിയുള്ളി, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ എടുത്തിട്ടുണ്ട്. മീൻകറി വെക്കാനായിട്ട് നമ്മളൊരു മൺചട്ടിയാണ് എടുത്തേക്കുന്നത്. അത് വെച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഞാൻ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായി, വേഗം വഴറ്റി കിട്ടാനായിട്ട്. ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് ശരിക്കും നല്ല രീതിയിൽ തന്നെ വഴറ്റണം. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതുകൂടി ആഡ് ചെയ്യണം. തക്കാളിയും ഉള്ളിയും എല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണം. നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യമായ പൊടികൾ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ആഡ് ചെയ്യണം. മല്ലിപ്പൊടി ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യുക. ഞാൻ ചെറുതായിട്ടൊന്ന് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവയെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കണം. എന്നിട്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ചൂടാറിയ ശേഷം നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞിട്ടിട്ടുണ്ട്. ഇതേപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അതിന് ശേഷം നമ്മുടെ ചട്ടി വീണ്ടും അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ട് എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില, 2 പച്ചമുളക്, പിന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്ന പുളി അതും ആഡ് ചെയ്ത ശേഷം നമുക്കത് നല്ലപോലെ തിളയ്ക്കാനായിട്ട് വെക്കുക. ഇനി തിളച്ച കറിയിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കറി അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. സ്പൂണൊന്നും വെച്ച് ഇളക്കാതെ തന്നെ ചുറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.